ആ പള്ളി മലങ്കര സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ് എന്ന വിധി നടപ്പിലാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കാതോലിക്ക ബാബാദേവിയെയും അഭിനന്ദനായ സേവകയുക്തിയുടെയും ഉപവാസം അനുഷ്ഠിക്കുന്നത്. ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ചർച്ചയിൽ നിന്ന് കാര്യമായി ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം യാക്കോബായ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഒരു MLA കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല. കോതമംഗലത്ത് നിന്ന് ഉള്ള ുള്ള MLA യാക്കോബായ സഭയ്ക്ക് വേണ്ടി ആ ചർച്ചയിൽ പങ്കുകൊള്ളുമ്പോൾ ഇവിടെ പല സംശയങ്ങളും ഞങ്ങളിൽ ഉണ്ടാവുകയാണ്. ഏതായാലും ഈ ഉപവാസത്തിൽ നിന്ന് പരിശുദ്ധ കാതോലിക്ക ബാബായും മലങ്കര സഭയും പിന്നോട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അതുപോലെ പരിശുദ്ധ കാതോലിക്ക ബാബായുടെയും അഭിനന്ദനായ സേവകയുടെയും ആഗ്രഹപ്രകാരം ഇനിയും ഉള്ള ഉപവാസം പള്ളിയിൽ തന്നെ ആയിരിക്കണമെന്ന് ആ അഭിലാഷം അറിയിച്ചതനുസരിച്ച് ഈ ചാപ്പലിലേക്ക് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധ കാതോലിക്ക ബാബായുടെയും അഭിനന്ദനായ സേവകയുടെയും ഇവിടേക്ക് ഉപവാസം മാറ്റുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടേക്ക് പരിശുദ്ധ കാതോലിക്ക ബാബാദേവിയെയും അഭിനന്ദനായ സേവകയുടെയും ഇവിടേക്ക് കൊണ്ടുവരികയും എല്ലാവരും സഹകരിക്കുന്നതിൽ പ്രത്യേകമായ നന്ദി. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നടത്തുന്നത് ഉപവാസ സമരമാണ് പരിശുദ്ധ കാതോലിക്ക ബാബാവിന്റെയും അഭിനന്ദനായ സേവകയുടെയും. എന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് അഖണ്ഡ പ്രാർത്ഥനയാണ് എന്നുകൂടി ഉത്തരണത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെ മലങ്കര സഭയുടെ കേരളത്തിലെ 25 കേന്ദ്രങ്ങളിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുവാനായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ വൈകുന്നതിന് മുമ്പായി കേരളത്തിൽ 48 കേന്ദ്രങ്ങളിൽ ഈ സമ്മേളനങ്ങൾ പ്രതിഷേധ സമ്മേളനങ്ങൾ നടന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ 10,000-ഓളം ആളുകൾ പങ്കുകൊള്ളുന്ന റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മലങ്കര സഭയുടെ അംഗമാണ് എന്ന് കരുതി പ്രത്യേകമായ യാതൊരു ആനുകൂല്യങ്ങളും ആ പേര് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളല്ല കോടതിയെ സമീപിച്ചത്, മറുഭാഗമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ആ കോടതി വിധി നടപ്പിലാക്കി കിട്ടണം എന്ന ഒരേ ഒരു ആവശ്യം മാത്രമേ മലങ്കര സഭയ്ക്കുള്ളൂ. അത് ഭരിക്കുന്നത് ഏത് സർക്കാരാണെങ്കിലും അത് നടപ്പിലാക്കി തരേണ്ടത് ആ സർക്കാരിന്റെ ബാധ്യതയാണ്. തീർച്ചയായും ആ ഉപവാസ സമരത്തിന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. ആ വിധി നടപ്പിലാക്കി നിശ്ചിതാനന്തരകമായ ലിഖിത പ്രസ്ഥാനങ്ങൾ മറുഭാഗത്ത് നിന്ന് കാണുന്നു. 1639 നേരെ മറിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1639 രജിസ്റ്റർ ഏത് സമയത്തും കാണിക്കാൻ ഈ പറയുന്നതായ വിഭാഗത്തിന് എന്തെങ്കിലും തെളിവ് അങ്ങനെ കാണിച്ചു തരാനുണ്ടോന്ന് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട്. അവർ ആ വാദം കൊടുക്കാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ തിരുവേദിയെ ഇപ്പോൾ കൊണ്ടുവരാൻ അനുവദിക്കുകയാണ് നമുക്ക്